നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്കർ ട്രിപ്പ് സെറ്റിങ്ങുകൾ. മെയിൻ ട്രിപ്പ് സെറ്റിങ്സ്, തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് സെറ്റിംഗ്, ഇലക്ട്രോണിക് ട്രിപ്പ് സെറ്റിങ്സ്. ഈ രണ്ട് ഇനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് സെറ്റിങ്സ്. വൈദ്യുത പ്രവാഹം മുൻകൂട്ടി നിശ്ചയിച്ച അളവിൽ കവിയുന്നുവെങ്കിൽ താപം മൂലം ബൈമെറ്റാലിക് കോണ്ടാക്റ്റ് വളയുന്നു. ട്രിപ്പിംഗ് സംവിധാനം സജീവമാക്കുന്നു. ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ലോഹങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചാണ്. ചൂടാക്കുമ്പോൾ അവ വളയുന്നു. താപവികാസത്തിൻ്റെ കുറഞ്ഞ കോഎഫിഷ്യൻ്റ് ഏത് ലോഹമാണോ സ്ട്രിപ്പ് ആ ലോഹത്തിലേക്ക് വളയും. തെർമൽ മാഗ്നറ്റിക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ. തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് പ്രൊട്ടക്ഷനിൽ ബൈമെറ്റാലിക് കോണ്ടാക്റ്റുകൾ ഉപയോഗിക്കുന്നു. അമിതമായി വരുന്ന വൈദ്യുതിയിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ചൂടാവുകയും അത് വളയുകയും ചെയ്യുന്നു. ഇത് ബ്രേക്കറിനെ യാന്ത്രികമായി ട്രിപ്പ് ചെയ്യിക്കുന്നു. ഇത് ഓവർലോഡുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അമിതമായി ചൂടാകുമ്പോൾ സ്ട്രിപ്പ് വളയുകയും അത് ഒരു സ്വിച്ച് കണക്ടറിനെ വിടുവിച്ച് കറണ്ടിനെ തടസ്സമാക്കുന്നു. ഈ വീഡിയോയിൽ അത് വ്യക്തമായി കാണാം. ബ്രേക്കറിലെ ഒരു തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റ് ഓവർലോഡ് ട്രിപ്പിനായി ബൈമെറ്റാലിക് സിസ്റ്റവും ഷോർട്ട് സർക്യൂട്ട് ട്രിപ്പിനായി ഇലക്ട്രോ മാഗ്നറ്റിക് ഘടകങ്ങളും ഉപയോഗിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഘടകങ്ങൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നു. പെട്ടെന്നുള്ള വലിയ വൈദ്യുത സ്പൈക്കുകൾ കണ്ടെത്തുന്നതിനും തൽക്ഷണ ട്രിപ്പ് ഉണ്ടാക്കുന്നതിനും ഉയർന്ന ഫോൾട്ട് കറണ്ടുകളിൽ നിന്നുള്ള കേടുപാടുകൾ തടയുന്നതിനുമായി ഇലക്ട്രോ മാഗ്നറ്റിക് ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ചിത്രം നോക്കിയാൽ കാണാം, സാധാരണ അവസ്ഥയിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരതയുള്ളതായിരിക്കും. അതിനാൽ ട്രിപ്പ് ബാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലാച്ചിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണം സർക്യൂട്ടിൽ പെട്ടെന്ന് ഒരു ഉയർന്ന വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും കോയിലിൽ ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. ട്രിപ്പ് ബാറുമായി ബന്ധപ്പെട്ട ഒരു ആർമേച്ചർ തൽക്ഷണം വലിക്കുന്നു. വലിയ തകരാറുകൾ വേഗത്തിൽ തീർക്കുന്നതിന് ബ്രേക്കർ തൽക്ഷണം ട്രിപ്പാവുന്നു. ഈ ചിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. അടുത്തായി ചില ട്രിപ്പ് സെറ്റിങ്ങുകൾ നമുക്ക് നോക്കാം. IR തുടർച്ചയായ പ്രവർത്തനത്തിനുള്ള ലോങ് ടൈം കറണ്ട് സെറ്റിംഗ്. കറണ്ട് ലിമിറ്റ് കവിയുമ്പോൾ ബ്രേക്കർ ട്രിപ്പാവുന്നു. 0.8, 0.9, 1 എന്നിങ്ങനെ 3 സെറ്റിങ്ങുകൾ ഇതിൽ ലഭ്യമാണ്. 250 ആംപിയർ MCCBക്ക് 0.8 എന്ന സെറ്റിംഗ്സ് നൽകിയാൽ ലഭ്യമായ മാക്സിമം കറണ്ട് 250 × 0.8 200 ആംപിയർ ആണെന്ന് കാണാം. അതിനാൽ കറണ്ട് 200 ആംപിയർ പരിധി കവിയുമ്പോൾ MCCB ഓവർലോഡിൽ കാരണം ട്രിപ്പാവുന്നു. IM ഷോർട്ട് സർക്യൂട്ട് സംരക്ഷണത്തിനുള്ള തെർമൽ മാഗ്നറ്റിക് സെറ്റിംഗ്സ് ആണ്. കറണ്ട് നിശ്ചിത പരിധിയിലെത്തുമ്പോൾ ബ്രേക്കർ ട്രിപ്പാവുന്നു. സെറ്റ് ചെയ്ത കറണ്ടിൻ്റെ 5 മുതൽ 10 മടങ്ങ് വരെ 6 ഘട്ടങ്ങളിലായി സെറ്റിംഗ്സുകൾ ലഭ്യമാണ്. 200 ആംപിയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 8 മടങ്ങ് സെറ്റിംഗ് നൽകിയിരിക്കുന്നതിനാൽ 200 × 8 1600 ആംപിയർ എന്ന് കാണാം. അതായത് 1600 ആംപിയർ ഷോർട്ട് സർക്യൂട്ടിൽ ഇത് ട്രിപ്പാവും. ഇലക്ട്രോണിക് ട്രിപ്പ് സെറ്റിംഗ്. ട്രിപ്പ് സെറ്റിംഗിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിക്കും. ഈ സെറ്റിങ്ങുകൾ വിശദമായി നോക്കാം. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ്, തൽക്ഷണ സംരക്ഷണം എന്നിവയ്ക്ക് CT ഉപയോഗിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ വഴി നിയന്ത്രണം നടത്തുന്നു. IO എന്നത് ഓവർലോഡ് ട്രിപ്പ് സെറ്റിംഗ് ആണ്. IN എന്ന് പറയുന്നത് സാധാരണ കറണ്ട്, അതായത് ആ ബ്രേക്കറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതിൽ 250 ആംപിയർ ആണ്. 6 ഘട്ടങ്ങളിലായി 0.5 മുതൽ 1 വരെ സെറ്റിങ്ങുകൾ ലഭ്യമാണ്.
INൻ്റെ 0.8 ആയി IO സെറ്റിംഗ് ചെയ്താൽ 200 ആംപിയർ ആയിരിക്കും. അതായത് 0.8 ഇൻറ്റു 250 ആംപിയർ = 200 ആംപിയർ. അതിനാൽ ഈ ബ്രേക്കറിൽ ലഭ്യമായ പരമാവധി കറണ്ട് ദീർഘകാല അതായത് ലോങ് ടൈം ഉപയോഗത്തിന് 200 ആംപിയർ ആണെന്ന് കാണാം. ഈ പരിധിയായ 200 ആംപിയർ കവിഞ്ഞാൽ ബ്രേക്കർ ഓവർലോഡിൽ ട്രിപ്പ് ചെയ്യപ്പെടും. IR കൃത്യമായ ട്രിപ്പിംഗ് കറണ്ട് ലഭിക്കുന്നതിനായി IOയുടെ ഒരു ഫൈൻ ട്യൂണിംഗ് ആയി ആണ് ഇത് ഉപയോഗിക്കുന്നത്. 8 ഘട്ടങ്ങളിലായി IOയുടെ 0.8 മുതൽ 1 വരെയുള്ള സെറ്റിങ്ങുകൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് IR 0.88 IO ആയി സജ്ജീകരിച്ചിരിക്കുന്നു. അതായത് 176 ആംപിയർ എന്ന് കാണാം. 200 ആംപിയർ ഇൻറ്റു 0.88 = 176 ആംപിയർ. നമ്മൾ ഈ ഫൈനൽ സെറ്റിംഗ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ സെറ്റിംഗ് പോയിന്റ് 1 ആയി ഉറപ്പിക്കണം. ISD ഈ സെറ്റിംഗ് ഷോർട്ട് ടൈം പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. IRൻ്റെ 2 മുതൽ 10 തവണ വരെ 8 ഘട്ടങ്ങളിലായി സെറ്റിംഗ് ലഭ്യമാണ്. ഉദാഹരണത്തിന് IRൻ്റെ 5 തവണയായി സെറ്റിംഗ് ഉപയോഗിക്കും. ഇത് 880 ആംപിയർ ആണെന്ന് കാണാം. അതായത് 176 ആംപിയർ ഇൻറ്റു 5 = 880 ആംപിയർ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റ് സാധാരണയിൽ CT കോയിലിൻ്റെ ഒരു താഴ്ന്ന വൈദ്യുത മണ്ഡലം ആയിരിക്കും. അതിനാൽ ബ്രേക്കർ ട്രിപ്പ് ചെയ്യുന്നതിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഫോൾട്ട് സംഭവിക്കുമ്പോൾ CTയിൽ ഉയർന്ന വൈദ്യുത ഫ്ലോ ഉണ്ടാകുന്നതിനാൽ കോയിലിൽ ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത് കോയിലിൻ്റെ പ്ലഞ്ചർ ചലിപ്പിക്കുകയും സർക്യൂട്ട് പെട്ടെന്ന് ട്രിപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ ഷോർട്ട് ടൈം പ്രൊട്ടക്ഷൻ ട്രിപ്പിംഗ് ടൈം 0.2 മുതൽ 0.5 സെക്കൻഡ് വരെ ആയിരിക്കും. ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റുകളിൽ വ്യത്യസ്ത തരം പ്രൊട്ടക്ഷനുകൾ ലഭ്യമാണ്. അത് ബ്രേക്കറുകളുടെ നിർമ്മാതാക്കളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പല നിർമ്മാതാക്കൾക്കും പല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന 2 പ്രധാന ക്രമീകരണങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് ട്രിപ്പ് പ്രൊട്ടക്ഷൻ II, എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ IG എന്നിവയാണ്. II ഇൻസ്റ്റന്റേനിയസ് ട്രിപ്പ് ഷോർട്ട് ടൈം പ്രൊട്ടക്ഷൻ. INൻ്റെ 1.5 മുതൽ 11 തവണ വരെ ഇത് സെറ്റിംഗ് ലഭ്യമാണ്. ആംപിയർ ബ്രേക്കറിൽ നമ്മൾ 6 തവണ IN സെറ്റിംഗ് ചെയ്താൽ ബ്രേക്കർ 2400 ആംപിയറിൽ ഇൻസ്റ്റന്റേനിയസ് ആയി ട്രിപ്പ് ചെയ്യും. അതായത് 400 ഇൻറ്റു 6 = 2400 ആംപിയർ. IG എർത്ത് പ്രൊട്ടക്ഷൻ നിലവിൽ 8 ഘട്ടങ്ങളിലായി INൻ്റെ 0.2 മുതൽ 1 വരെ സെറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഒരു 400 ആംപിയർ ബ്രേക്കർ 0.4 IN സെറ്റ് ചെയ്യുകയാണെങ്കിൽ 160 ആംപിയർ എന്ന് കിട്ടും. അതായത് 400 ഇൻറ്റു 0.4 = 160 ആംപിയർ. ട്രിപ്പിംഗ് ടൈം നമുക്ക് 4 സ്റ്റെപ്പുകളായിട്ട് 0.1 മുതൽ 0.4 സെക്കൻഡ് വരെ ലഭ്യമാണ്. പ്രധാന സെറ്റിങ്ങുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ സെറ്റിങ്ങുകളുമായി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.